സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ, കേരളത്തിലേക്ക് വളരെ പെട്ടെന്ന് മുസ്ലിങ്ങളെ മുഴുവൻ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കണം. മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻസിന് പറ്റുമെങ്കിലൊക്കെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കണം. എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ തന്നെയാണ് സുഹൃത്തെ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാനിങ്ങനെയൊക്കെ പറയുമ്പോഴേ നിങ്ങളൊക്കെ വിചാരിക്കും ഇത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ ജന്മത്തിൽ അങ്ങനത്തെ ഒരു വാക്ക് പറയില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ മലയാളികളുടെ അഭിമാനം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വൃത്തികെട്ട നാറി ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ. I'm good. What about you? I'm with you. You are from Israel? Yeah, I'm from Israel. ഇത് ആക്ച്വലി ഈ പയ്യൻ ഒരു പാകിസ്ഥാനിയാണ്. സ്വാഭാവികമായിട്ടും അയാളൊരു മുസ്ലിമാണ്. ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു മലയാളിയാണ്. ഈ മൊയന്ത്, ഈ നാറി ഒരു മലയാളിയാണ്. അവൻ ഇസ്രായേലുകാരാണ് എന്ന് വിചാരിച്ചിട്ട് ഇപ്പോ ഇസ്രായേല് ബാപ്പയാണ്, ഇസ്രായേല് തന്തയാണെന്നൊക്കെ പറഞ്ഞ് നടക്കില്ലേ. എന്തായാലും ഇസ്രായേലുകാരനാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇസ്രായേലുകാരനാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇസ്രായേലുകാരനാന്ന് പറഞ്ഞപ്പോ ഇവൻ മിക്കവാറും സംഖ്യയായിരിക്കണം. ഇവന് ഭയങ്കര സന്തോഷം. സോക്കോള് ഹിന്ദുവാണ്, ഇവന് ഭയങ്കര സന്തോഷം. അവൻ അവൻ ഇസ്രായേലുകാരനാണെന്ന് വിചാരിച്ചിട്ട് അവനെ അങ്ങോട്ട് സ്നേഹിക്കുകയാണ്. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. How is going Israel? No, things are not good. Iran is bombing us. I'm also from India, but right now I'm in Saudi Arabia. In Saudi Arabia, all the things are not good. Who do you support? Do you support Israel or Iran? India always support Israel. Yeah, India and Israel are good friends. Yeah, in fact, Saudi Arabia is also supporting US and Israel. Is that so? Really? Yeah, because Iran is terrorist country. We cannot support Iran. But people all over the world, they say that Israel bombs women, Israel is killing innocent people, taking innocent lives, and they hate us. If I got one chance to come Israel, I will come. എങ്ങനെയുണ്ട് ഇവൻ പറയണ? അതിന്റെ ഇടയ്ക്ക് കൃത്യം ചോദിക്കുന്നുണ്ട്, അല്ല ഇസ്രായേൽ ഇപ്പൊ ബോംബൊക്കെ ഇട്ടിട്ട് ഇറാനിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, ഇറാനിലെ നിസ്സഹായരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കൊന്നുകളയുന്നു, അവിടെ അനാവശ്യമായിട്ട് സ്കൂളിലും മറ്റൊക്കെ ബോംബ് ഇട്ടിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ എന്തു വന്നാലും, ഇപ്പോ ചില ആളുകളൊക്കെ പറഞ്ഞ പോലെ അതിപ്പോ മാതൃരാജ്യം ഇന്ത്യ ആണെങ്കിൽ പിതാവിന്റെ രാജ്യം ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത്, ഞാൻ ഇസ്രായേലിലേക്ക് വന്നിരിക്കുമെന്നാണ് ഈ നാറി പറയുന്നത്. ബാക്കി കേൾക്കണം കേട്ടോ. We will fight together. We'll put children together, we'll split children together. We'll eliminate all of them from the world. I am Hindu. അവൻ പറയാണ്, ഞാൻ അവിടെ എത്താം, ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ കില്ല് ചെയ്ത് കളയാം, ഒരുമിച്ച് നമുക്ക് ആളുകളൊക്കെ ചില്ല് ചെയ്ത് കളയാം അല്ലേ സുഹൃത്തെ എന്ന് അവൻ പാകിസ്ഥാന് വെറുതെ പ്രിറ്റൻഡ് ചെയ്യാണ്, അഭിനയിക്കുകയാണ്. ഞാനൊരു ഇസ്രായേലുകാരനാണ് അഭിനയിക്കുക മാത്രം അവൻ ചെയ്യുന്നത്. പക്ഷെ അതില് ഈ നായ അങ്ങോട്ട് വീണുപോയി. ഇനി പറഞ്ഞു കേൾക്കൂ, ഐ ആം ഹിന്ദു. Yeah, I know Hindu. But in India there are too much Muslims, too much Christians. Yeah, throw them out. Throw all the Muslims out. Why not throwing them out? Brother, really, I love you, brother. എന്താണോ അവന്റെ ചിരിയൊക്കെ. അപ്പൊ മറ്റൊന്ന് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. എന്തിനാണ് നിങ്ങൾ സുഹൃത്തെ ഇന്ത്യയിൽ ഇങ്ങനെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും വെച്ചുകൊണ്ടിരിക്കുന്നത്? അവരൊക്കെ അവിടെ നിന്ന് തൂക്കിക്കളയി. ആട് കേട്ടപ്പോ തന്നെ ഇസ്രായേലുകാരനാണ് പറഞ്ഞു വെച്ചിട്ട് ഓന്റെ ചിരി തന്നെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ കാണേണ്ടത്. നമുക്ക് ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന സോക്കോൾഡ് ഹിന്ദുക്കള് ഉണ്ടല്ലോ എന്നുള്ളതാണ്. എന്നിട്ട് ഈ നായി വർക്ക് ചെയ്യുന്നത് ഒരു മുസ്ലിം കൺട്രിയിലെന്ന് ആലോചിച്ച് നോക്കണം. ഒരു മുസ്ലിം കൺട്രിയിൽ വർക്ക് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ പൈസ വാങ്ങിച്ചിട്ട് സ്വന്തം നാട്ടിലേക്ക് അയച്ചെടുക്കുക, സ്വന്തം കുടുംബത്തെ നോക്കുക, എന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വർത്താനം പറയുകയും ചെയ്യുക. ഇവന്റെ ആ സന്തോഷപൂർവ്വമായിട്ട് ചിരി നിങ്ങളൊക്കെ കാണണം. എന്തൊരു നശിപ്പാണ് ഇവൻ, എന്തൊരു നാറിയാണ്. ഇവന്റെ വായിൽ വേറെ പല വാക്കുകളും വരുന്നുണ്ട്. പക്ഷെ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതൊന്നും നമുക്കിവിടെ പറയാൻ കഴിയില്ല എന്നുകൊണ്ട് ഞാൻ നിശബ്ദനാവുന്നത്. ബാക്കി കേൾക്കും. I love you. I can't say anything because right now I am in Saudi Arabia. Okay, if I will present in India, I will say the same language what you are saying. But Lana Terisha. കണ്ടില്ലേ, ഞാനിപ്പോ സൗദി അറേബ്യയിലാണ്, പക്ഷെ ഞാൻ ഇന്ത്യയിലായിരുന്നു. നീ പറഞ്ഞ അതേ വാക്കുകൾ പറയും. ഇത്തരം വാക്കുകളൊന്നും ഇവിടെ പറയാൻ കഴിയില്ല, വലിയ പ്രശ്നമാണെന്ന് പറയുന്നത്. ഇവിടെയാണ് പിന്നീട് അവൻ അങ്ങോട്ട് എന്താ പറയാ, അവന് പണ്ടാടേക്ക് തകർത്ത് കളഞ്ഞത്. അവന്റെ സന്തോഷമാണത്. നോക്കൂ, നമുക്ക് ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെയും ഇന്ത്യയിൽ നിന്ന് ക്രിസ്ത്യൻസിനെ പുറത്താക്കണം, നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് ഇസ്രായേലുകാരനായിട്ടുള്ള ഒരാളാണ് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് വിചാരിച്ചിട്ട് അവന്റെ സന്തോഷമാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാനും ഒരു ഹിന്ദു എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മളെ മനസ്സിൽ അങ്ങനത്തെ ഒരു
ചിന്തയുടെ ഒരു തരിമ്പ് പോലും ലെവലേശം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ചാവണ വരെ വരില്ല എന്നുള്ള കാര്യത്തിലും എനിക്കിങ്ങനെയൊക്കെ പറയേണ്ട അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കൾ മാത്രം ഇവിടെ പാടുള്ളൂ, മുസ്ലിങ്ങളും ക്രിസ്ത്യൻസ് ഒന്നും ഇവിടെ പാടില്ല എന്ന് പറയുന്ന ഒരു തീവ്രവാദ ചിന്ത ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്ന ആ നാറിയുടെ തലയിലുണ്ടെന്നുള്ളതാണ്. ഇവന് കേരളീയനാണോ ഇനിയിപ്പോൾ അത് ഒരു പിടുത്തൂല്ലേ? കേരള ആണെങ്കിൽ നാറാണക്കല്ല് പിടിച്ചെന്ന് പറയേണ്ടി വരും. बेगैरत आदमी अपने मुल्क में कुछ कर लेता ना, फिर यहाँ के वही मुस्लिम मेजॉरिटी मुल्क के अंदर जाके तो बैठा हुआ है, भाग गया बैठा ये बंदा जाके सऊदिया के अंदर है, लेकिन उसको मुसलमान खत्म करने हैं. എങ്ങനെയുണ്ട്? അവന് സൗദിയുടെ ഉള്ളിലാണ് ജീവിക്കുന്നത്, സൗദിയിലാണ് ജീവിക്കുന്നത്, സൗദി അറേബ്യയിലാണ് ജീവിക്കുന്നത്. അതൊരു മുസ്ലിം കൺട്രിയാണ്. ആ മുസ്ലിം കൺട്രിയിൽ ജീവിച്ചിട്ട് അവിടെ അധ്വാനിച്ചിട്ട് അവിടുത്തെ പൈസ വാങ്ങിച്ചിട്ട് അവൻ ഇന്ത്യയിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഇന്ത്യയിൽ അവന്റെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മുസ്ലിം കൺട്രിയിലാണ് ജീവിക്കുന്നത്. ആ മുസ്ലിം കൺട്രി എച്ചിലാണ് അവൻ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു വൃത്തികെട്ട ചിന്താഗതികളുള്ള ആളുകളാണ് ഇവിടെ എന്നൊക്കെ. സുഹൃത്തുക്കളെ, ഇമാതിരി സംഖ്യകൾ, ഉത്തരേന്ത്യ സംഖ്യകളൊക്കെ ഇവൻ മലയാളി ആവാതിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാറാണക്കല്ല് പിടിച്ചതിനെ പറയണം. എന്തായാലും മറ്റവൻ തൂക്കി. അവനൊരു പാകിസ്ഥാനിയാണ്. അവൻ വളരെ വൃത്തിയായിട്ട് ഇസ്രായേലിയാണ്. അവന്റെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇസ്രായേലൊക്കെ തോന്നിപ്പോകുന്ന രൂപമാണല്ലോ. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ഒരു വെളുപ്പ് മറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവൻ നന്നായി പറ്റിച്ച് ചൂമ്പിച്ച് പറയാം. എന്തായാലും അവനായിട്ട് പെട്ടു. എന്തായാലും എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ, ഈ സൗദി അറേബ്യക്കാരനായിട്ടുള്ള ഇവനെ അവിടെയുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ കണ്ടെത്തണം. ഈ നായിനെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കണം. ഇത്തരം ആളുകളൊന്നും ആ നാട്ടിൽ ജോലി ചെയ്യണ്ടെന്നേ. കാരണം അവന് മുസ്ലിങ്ങളെ എതിർപ്പാണെങ്കിലും മുസ്ലിങ്ങളൊക്കെ കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്തിനാണ് ഒരു മുസ്ലിം കൺട്രിയിൽ ജോലി ചെയ്യുന്നത്? അവന് ഹിന്ദു കൺട്രികൾ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ മാത്രം ജോലി ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ. അവന്റെ നാട്ടിലെ ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രം അവനക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്ത് ജീവിച്ചാൽ പോരെ. അതല്ലേ ചെയ്യേണ്ടത്? എന്തായാലും ഇങ്ങനത്തെ ആളുകളെയാണ് ആ ഒരു രാജ്യത്ത് നിന്നൊക്കെ ആദ്യം കെട്ടിയേറ്റിക്കേണ്ടത്. അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൗദി അറേബ്യയിൽ നിന്നിട്ട് ആ രാജ്യത്തെ അപമാനിക്കുന്ന പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടത്താം. സുഹൃത്തുക്കളെ, ബൈ.